അപ്പോൾ എനിക്ക് മനസ്സിലായി ജനങ്ങളെ മുന്നിൽ കിട്ടണമെങ്കിൽ എന്താണ്, ഒരു പാട്ടാണെങ്കിൽ എൻ്റെ ഗായകനാവണം. നിങ്ങൾക്ക് നാട്ടുകാരറിയലാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രധാന പ്രശ്നം അതായിരുന്നു. ഈ പട്ടി പൂച്ച നായ മൂരിയായിട്ടുള്ള ജീവിതമാണല്ലോ. മറ്റേ ഒരു പൂച്ച ചത്തു എന്ന് പറഞ്ഞ ന്യൂസ് വരലില്ല. ഞാനൊരു വട്ടപ്പൂച്ച ചോദിച്ചു കഴിഞ്ഞാൽ ചരമക്കോടതി സന്തോഷം വേണ്ടിയിട്ട് മരിച്ചു എന്ന് വരാനില്ല. കാരണം ഞാൻ ഇപ്പോൾ PWDയിൽ അവസാനം ചീഫ് എഞ്ചിനീയർ ആവൂല. ചീഫ് എഞ്ചിനീയർ ആയിട്ട് പിരിഞ്ഞാലും ചീഫ് എഞ്ചിനീയർ അങ്ങനെ വരുള്ളൂ. അപ്പോൾ ജനങ്ങളെ മുന്നിൽ കിട്ടണമെങ്കിൽ ഒന്നുകിൽ നടനാവണം അല്ലെങ്കിൽ ഗായകനാവണം. അതിനാണോ ഈ നാട്ടുകാരുടെ മുമ്പിൽ സൂട്ടും കൂട്ടും സൂട്ടും കണ്ണടയൊക്കെ ഇട്ടിട്ടുള്ളത്? സാർ അല്ല, ഞാൻ അതിലേക്ക് അപ്പം ഞാൻ പറയുന്നത് ഇതിനു വേണ്ടിയാണ് ഞാൻ നായകനാവുന്നത്. അപ്പം എൻ്റെ ഇനി അതായത് സിനിമ ചെയ്യാൻ പോകുന്ന ഒരു മനുഷ്യൻ സിനിമയല്ല പഠിച്ചത്. സിനിമ ചെയ്യാൻ പോകുന്നവൻ കലയെക്കുറിച്ച് ആലോചിച്ച് ഞാൻ തലമുണ്ടാക്കല്ല ചെയ്ത്. ഞാൻ ആലോചിച്ചത് ജനങ്ങളിലേക്ക് എങ്ങനെ ഒരു കാര്യം എത്താം. എനിക്ക് പൈസയ്ക്ക് വിലയുണ്ട്. ഞാൻ കള്ളക്കടത്ത് നടത്തി കിട്ടിയ പൈസയ്ക്കല്ല സിനിമ എടുക്കുന്നത്. മറ്റുള്ളവർ അങ്ങനെയാണെന്നല്ല, തെറ്റുമായിരിക്കും. അല്ല, ഞാൻ പറയാം അങ്ങനെയൊക്കെയാണെങ്കിൽ കുറച്ച് പോട്ടെ, ഇനി അടുത്ത പ്രാവശ്യം കള്ളക്കടത്ത് നടത്താൻ വിചാരിക്കുക. സന്തോഷം വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് GPF-ഉം മറ്റു കിട്ടുന്ന ചെറിയ പൈസയ്ക്കൊക്കെ പെൻഡിങ് വെച്ചിട്ടാണ് ഞാൻ ഒരു സിനിമ എടുക്കുക. അപ്പോൾ എനിക്ക് സിനിമ പൈസ തിരിച്ചു കിട്ടിയേ പറ്റും. സാറേ ചോദ്യത്തിന് ഉത്തരമാണത്. എനിക്ക് പൈസ തിരിച്ചിട്ടു അറ്റ് എനി കോസ്റ്റ്. അതേസമയം ഞാൻ ആരെയും വേദനിപ്പിക്കുന്നില്ല. ഞാനിപ്പോൾ 10 സിനിമ ചെയ്യുമ്പോൾ ഒരു സീനിൽ പോലും ഞാൻ ആരെയും വേദനിപ്പിക്കുന്നില്ല. ഇപ്പം തന്നെ മലയാള സിനിമയിൽ എന്തൊക്കെയോ തട്ടിപ്പായാലും വെട്ടിപ്പായാലും ഇതൊന്നും ഞാൻ എൻ്റെ ഒരു സിനിമയിലും പറഞ്ഞിട്ടില്ല. സാറ് പറഞ്ഞില്ലേ, നിങ്ങളുടെ സിനിമ കാണുമ്പോൾ നിലവാരത്തെക്കുറിച്ച്. സാർ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ എത്രയോ നടന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എന്തെല്ലാം തട്ടിപ്പും വെട്ടിപ്പും കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മാനക്കേടുണ്ടായില്ലേ? സർ, സന്തോഷ് പണ്ഡിറ്റിനേക്കാൾ മാനക്കേട് അപ്പോഴാണ് നിങ്ങൾക്ക് ഉണ്ടായത്. അറ്റ്ലീസ്റ്റ് സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം സിനിമ ചെയ്യുന്നു, ഇത്രയേ വന്നിട്ടുള്ളൂ. അല്ല, പുറമേ നാട്ടുകാർ മൊത്തം അലക്ക് കയറുന്നല്ലോ, ഓരോരുത്തരെ അറസ്റ്റിങ്ങും. ഞാൻ ആരെ പേരൊന്നും പറയുന്നില്ല. അത് കേരളത്തിൽ മാത്രമൊന്നുമല്ല, ഓൾ ഇന്ത്യയിൽ പോയിട്ടുണ്ട്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇന്ന നടനെ അറസ്റ്റ് ചെയ്തു, ഇന്ന നടി അത് ചെയ്യുന്ന പറയുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്നതിനെക്കാട്ടി മാനക്കേട് അതാണ് സർ. അങ്ങനെയുണ്ട്. അല്ല, സന്തോഷ് പണ്ഡിറ്റ് എന്തോ വലിയ ഭീകരമായ കാര്യം ചെയ്തു എന്ന് പറഞ്ഞ ഉത്തരം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഈ മുഖവും വെച്ച് ഇവിടെ ആരെ അക്സെപ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണ്. എങ്കിലും ഒരു ഗെയിം കളിച്ചു നോക്കാം. ഇതൊന്ന് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അല്ല, ഞാൻ എങ്ങനെ അതിലേക്ക് എത്തി എന്നുള്ളതിന് സാറിന് മറുപടി വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി മലയാളികളുടെ തലച്ചോറിൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി, എന്താണ് ഇവരെന്താ ഉദ്ദേശിക്കുന്നത്. ശരി, എനിക്ക് മനസ്സിലായി. ഞാനൊരു സിനിമ എടുക്കാൻ വരുമ്പോൾ എന്ത് വേണം, ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചേ പറ്റൂ. അതിനാണോ ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത്? സാർ, അത് കോപ്രായം എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻസ്. അത് സാറിന് അങ്ങനെ തോന്നാം, വേറെ ആൾക്ക് അതോ എല്ലാവർക്കും അങ്ങനെയാണല്ലോ. നമ്മള് ഇവർ സന്തോഷം കൗണ്ടർ ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ പറയുന്നു. സാർ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻസ്. അതിപ്പോൾ സാറിന്റെ സിനിമയിൽ, സാറിന്റെ എല്ലാ സിനിമയും വിജയിച്ചിട്ടില്ലല്ലോ. കുറേ സിനിമകൾ പരാജയപ്പെട്ടു. അതിലെ നായകനും കോപ്രായം കളിച്ചുകൊണ്ടാണ് പടം പൊട്ടിയത്. സാർ, ആ സിനിമയിൽ കല ഇല്ലാത്തതുകൊണ്ടാണ് അത് പരാജയപ്പെട്ടത്. അതിൽ സാർ ആത്മാർത്ഥ കാണിക്കത്തോണ്ടായിരുന്നു ആ സിനിമ പരാജയപ്പെട്ടത്. എന്റെ സിനിമ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? എന്റെ സിനിമ എല്ലാം 100 ഓടിയിട്ടില്ല സാർ. ആകെ 2 സിനിമ ഹിറ്റ് ആയിട്ടുള്ളൂ.